ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ കീപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ കീപ്പ് ചെയ്യുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അർജുൻ ശ്യാമഗോപൻ, നമ്മുടെ അർജുൻ. അപ്പോൾ അർജുൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ധന്യവർമ്മയുടെ ചാനലിൽ. അപ്പോൾ ധന്യവർമ്മയുടെ ചാനലിൽ വരുന്ന ഇൻ്റർവ്യൂസ് മോസ്റ്റ്ലി ഞാൻ മിസ് ചെയ്യാറില്ല. അതും എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഇവരുടെ ഇൻ്റർവ്യൂ അടിപൊളിയായിരിക്കും, അത് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ അർജുൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഇന്നലെയാണ് കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടത്. ഓക്കെ, അത് ഭയങ്കര സ്പെഷ്യലാണ് അർജുൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് നിങ്ങൾക്ക് സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ ലൈഫിൻ്റെ സ്റ്റേജിൽ അനുഭവിച്ച കുറേ എന്താ പറയുക ബോഡി ട്രാൻസ്ഫോർമേഷനും അതേപോലെ ബോഡി ഷെയ്മിങ്ങും അങ്ങനെ കുറേ സാധനങ്ങൾ വളരെ സിമിലർ സിറ്റുവേഷനിലൂടെ, ഈവൻ വേറൊരു വ്യക്തി നമ്മളെ ബോഡി ഷെയിം ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ബൈ വേർഡ് ആണെങ്കിലും നമ്മളതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള ആ സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ എവിടെയോ ഞാനും അർജുനും, ഇത് ഞങ്ങൾ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനും അർജുനും ഈ സംഗതി എവിടെയോ കാർബൺ കോപ്പി പോലെയൊക്കെ ഞങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അർജുൻ ഇപ്പോൾ ഇതിങ്ങനെ ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതും അർജുൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും ഇതൊരു മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതാവട്ടെ. കാരണം ഈ തടി ഭയങ്കര സീനുള്ളൊരു കാര്യമാണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ. അത് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും വളരെ തടിച്ച് ഇരുന്നാൽ ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യും, വളരെ മെലിഞ്ഞിരുന്നാലും ഭയങ്കരമായിട്ട് ബോഡി ഷെയിം, ഈ രണ്ട് എക്സ്ട്രീമിനും പിന്നെ കളർ വെച്ചിട്ടുള്ള ബോഡി, അങ്ങനെ കുറേ സംഗതികൾ സൊസൈറ്റിക്കകത്ത് ഇപ്പോഴും ഉണ്ട്. ഇതിനൊന്നൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മളെ മെൻ്റൽ, നമുക്ക് ഫിസിക്കൽ വരുന്ന മാറ്റങ്ങൾ, കൊണ്ടുവരേണ്ട മാറ്റങ്ങളേക്കാൾ കൂടുതൽ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത് ഇവിടെയാണ്. നമ്മളെ മെൻ്റൽ സാധനം നമ്മൾ സ്ട്രോങ് ആക്കി വെക്കണം. ആരെന്ത് പറഞ്ഞാലും പോടാ പുല്ല് എന്നുള്ളൊരു സംഗതിയിലെത്തണം. ആൻഡ് വേഴ്സ്റ്റ് ഫിസിക്കൽ കണ്ടീഷനിലാണ്, ഇല്ലെങ്കിൽ നമ്മളെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, നമ്മുടെ ജെനറ്റിക്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഹാബിറ്റ്സോ അങ്ങനെയൊക്കെ കാരണമായിരിക്കാം, ഇല്ലെങ്കിൽ ചിലർക്ക് പാരമ്പര്യമായിട്ടുള്ള തടിയായിരിക്കാം. ബട്ട് നമ്മളാൽ കഴിയുന്ന ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ ബോഡിയെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡി ഒരു ഐഡിയൽ സാധനം, നമ്മുടെ ദേഹത്തിന് എന്താണോ ആവശ്യം ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം. വലിയ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്കൊരു നോർമൽ സാധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനാദ്യം വേണ്ടത് മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ഇതേപോലുള്ള എക്സ്പീരിയൻസ് ആരെങ്കിലും, ഇപ്പോൾ അർജുൻ ഷെയർ ചെയ്തു, ഞാനിപ്പോൾ എന്തായാലും ഷെയർ ചെയ്യും. ഞാനിതിന് മുമ്പും കുറച്ചായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അർജുൻ ഒരു സ്പെഷ്യൽ ബോണ്ടാണ് എല്ലാവർക്കും. അത് അർജുനായിട്ട് ബിഗ് ബോസിനകത്ത് ക്ലോസ് ആയിട്ട് നിന്നവർക്ക് അറിയാം. ഞാൻ ആദ്യം വൈൽഡ് കാർഡായിട്ട് കയറിയ സമയത്ത് അർജുൻ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. ടു ബി ഫ്രാങ്ക് പറയാം, അർജുൻ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു സൈഡിലേക്ക് അത്ര എൻ്റെ ഫോക്കസ് പോയിട്ടില്ല. പക്ഷെ ലേറ്റർ ഓൺ പതുക്കെ ഞാൻ, സിജോ, സിബിൻ, ഞാൻ അങ്ങനെ കുറേ ആളുകൾ, അഭിഷേക്, നമ്മുടെ അർജുൻ, ഗബ്രി, ഒരു ബോയ് ഗ്യാങ് തന്നെയായി മാറി. എനിക്ക് തോന്നുന്നു സീസൺ 6 ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രയും ഒരു ബോയ് ഗ്യാങ് വരുന്നത്. ബോയ് ഗ്യാങ് അതൊരു സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണോന്ന് വെച്ചാൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് കേട്ടോ ആ സാധനം. അപ്പോൾ എന്താണെങ്കിലും അർജുൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അർജുൻ ഈ ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടും അവനെടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ടും അവൻ സഫർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സിമിലർ സിറ്റുവേഷനിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊരു എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ തടിച്ച് എന്താ പറയുക, തടിയിലൂടെ പ്രശ്നമുള്ള, തടി ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവർ നിങ്ങളെ നോക്കി കളിയാക്കുന്നവരോ, അല്ലെങ്കിൽ തടി കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം അർജുൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. See, how tall are you? നല്ല ഹൈറ്റ് ആണ് അർജുൻ. How tall are you really? ഞാൻ 6'4", 193.5, 6'3", 6'4 എടുത്തു. 6'4" ഹൈറ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഒരുപക്ഷെ അർജുൻ കേട്ട് വരുവാണ് ദാറ്റ് യു ഷുഡ് ബി എ മോഡൽ ഓർ യു ഷുഡ് വാക്ക് ദ റാമ്പ്, അങ്ങനെയൊക്കെ. ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഒബീസിറ്റി ആയിരുന്നു, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്മസ് ഒന്നും ഞാനായിരിക്കും കോളേജിൽ സ്കൂളിലൊക്കെ സാന്റാക്ലോസ്, അല്ലെങ്കിൽ ഓണം വരുമ്പോൾ ഞാനായിരിക്കും മാവേലി, എല്ലാ കൊല്ലം ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് വയറും അത്രയും ഫിസിക്കൽ, അതിൻ്റെ അത്രയും ലുക്ക്, ആ ഒരു വലിപ്പമുണ്ട്. അപ്പം ലൈക്ക് എനിക്ക് ഡ്രസ്സ് കിട്ടില്ല. ആ സമയത്ത് ലോ വേസ്റ്റ് ഒക്കെ ഇറങ്ങുന്ന ടൈമാണ്. എനിക്ക് പറ്റില്ല ലോ വേസ്റ്റ്, എനിക്ക് അത്രയും ബാക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ലോ വേസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പം ലൈക്ക് സ്കൂളിലും ഫ്രണ്ട്സൊക്കെ കളിയാക്കുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അതിൽ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞ് ഏത് റേഷൻ കടയിൽ നിന്നാണ്
കഴിക്കുന്നത്. എനിക്ക് ബോഡി ഷേമിങ് മറ്റ് പീക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറയും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീ തടിയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ബെഞ്ചിലിരിക്കുമ്പോഴും പേടിയാണ് ആൾക്കാർക്ക് ബെഞ്ചിലിരിക്കും, ബെഞ്ച് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ സ്കൂൾ ടൈമിൽ ഞാൻ ഇൻസെക്യൂർ ആണ്, എപ്പോഴും ഞാൻ ബാക്കിലായിരിക്കും. കോൺഫിഡൻസ് ഇല്ലാതെ എഫക്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ഇതൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല സ്കൂൾ ടൈമിൽ, ഇതൊരു സ്റ്റേജിൽ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ് ആക്ച്വലി കയറാൻ. അസംബ്ലിയിലാണ് ബാക്കിൽ നിൽക്കും, ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ പോയിരുന്ന എല്ലാവരും പറയും കാണത്തില്ല, നീ പുറകെ പോയി നിൽക്കുക. അപ്പം ബെഞ്ച് ഓടിക്കുന്നു. പിള്ളേർക്കാണെങ്കിലും കൊച്ചു പിള്ളേർക്കാണെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വന്നിരിക്കാൻ പേടി. കാരണം എനിക്ക് ആ സമയത്ത് തന്നെ ഒരു 6 feet അടുത്ത് ഹൈറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ സമയത്ത് അത്രയും ബൾക്ക് കൂടെ ആകുമ്പോഴത്തേനും പേരൻറ്റ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേനും ഇവൻ പേരൻസിൻ്റെ കാര്യം വലിപ്പമുണ്ടല്ലോ എനിക്ക്. ഇപ്പോൾ പേരൻസ് തന്നെ എന്നെ നോക്കിയിടുകയോ ഇവൻ്റെ കൂടെയാണോ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ചു. ഞാനൊരു സ്കൂളിൽ അഡ്മിഷൻ പോയി, പപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാറേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ പോയപ്പോൾ പ്രിൻസിപ്പൾ അവർ ഇവനെങ്ങനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നത്, ഇത്രയും വലിയ മുതുക്കൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവൻ പ്രിൻസിപ്പളായിരുന്നു സ്കൂളിൽ. ഓക്കെ, ഇതാണ് അർജുൻ്റെ ലൈഫിൽ അർജുൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമിലർ സാധനങ്ങൾ തന്നെ, ലൈക്ക് വേർഡ് ബൈ വേർഡ് എനിക്ക് പറയാൻ പറ്റും. നീ ഏത് റേഷൻ കടയിൽ നിന്നാണ്, നീ ഏത് റേഷൻ അരിയാണ് കഴിക്കുന്നത്, എനിക്ക് ജഡ്ഡി എന്താണെന്നുണ്ടെങ്കിലും പാകാവില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഷഡ്ഡി വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ കോണകേ നിനക്ക് പറ്റൂ, എനിക്ക് ഷഡ്ഡി ഇതിന് നിൻ്റെ സൈസിന് ഇല്ല, അല്ലെങ്കിൽ മറ്റേ ഡയപ്പർ മേടിച്ച് കെട്ടിക്കോ, അങ്ങനത്തെ കുറേ സംഗതികൾ. ഇപ്പോൾ ഈ ബെഞ്ചിൻ്റെ കാര്യമൊക്കെ അർജുൻ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഈ കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുമ്പോൾ ഇത് കേൾക്കുന്നവരിൽ പലർക്കും സിമിലർ സിറ്റുവേഷൻ ഇപ്പോഴും കോളേജിലും സ്കൂളിലൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് കാണും. ഇനി ഇല്ല, നിങ്ങളെ സ്കൂളിലും കോളേജിലും നിങ്ങൾ കുറച്ച് തടിച്ച ആളുകളെ കാണുമ്പോൾ ചുമ്മാതെങ്കിലും പോയിട്ട് നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ് ചൊറിയാതിരിക്കുക, ബിക്കോസ് ഇറ്റ് റിയലി ഹേർട്ട്സ്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷനും ഇപ്പോൾ അർജുന് ഹൈറ്റും സീനാണ്, വെയിറ്റും. എനിക്ക് ഹൈറ്റും ഇല്ല, അതാ രസം. ഞാനൊരു 5 feet 8 അത്രയാണ് എൻ്റെ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മൾ അത്രയും ഹൈറ്റും ഇല്ല. എന്നിട്ട് തന്നെ ഞാൻ 100 കിലോൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ സ്കൂളിൽ ചെല്ലുന്ന ടൈമിൽ തന്നെ ഒന്നാമത് ഒരു മാറ്റി നിർത്തൽ ഭയങ്കരമായിട്ട് ഫീലാവും. പിന്നെ അത്യാവശ്യം പ്രേമിച്ചും ഇതൊക്കെ നിന്ന ആളുകൾ പെൺകുട്ടികളൊക്കെ പോയി സംസാരിക്കുമ്പോഴും ഞാൻ പിന്നെ മറ്റേ മൂഡിലേക്ക് എത്തി. ഏത് നമുക്ക് എന്താണെങ്കിലും അവിടെ പോയി ഒന്നും പറയാനും ചെയ്യാനും പറ്റില്ല. പെൺകുട്ടികളെ അടുത്ത് പോകുമ്പോൾ തന്നെ അവർ പേടിച്ചോടും. അപ്പോൾ പിന്നെ അതിലും നല്ല എന്താ, ജയ് ഹനുമാൻ, ഞാൻ മറ്റേ ബ്രഹ്മചാരി എന്നുള്ള സെറ്റപ്പിലേക്ക്. ആക്ച്വലി ഇത് ഞാനും അർജുനും ഇതൊക്കെ ബിഗ് ബോസിനകത്ത് തന്നെ പറഞ്ഞ് ഷെയർ ചെയ്ത് ചിരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ സിമിലർ സാധനം, ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ മാവേലി, ക്രിസ്മസ്, സാന്റ, ഇതൊക്കെ പേടിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോവില്ല. എൻ്റെ ഒപ്പം പഠിച്ചവരോട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലാസ്സിൽ പോകുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമയങ്ങളിലാണെങ്കിൽ ഒട്ടും പോവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് സ്കൂളിലെ ഫോട്ടോ. നമ്മൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 8th 9th 10th അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമല്ലോ. മോസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് ഫോട്ടോയിൽ എന്നെ കാണാൻ പാടാണ്. എൻ്റെ സ്കൂളിലുള്ളവർക്ക് അറിയാം. +1 +2 ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇല്ല. സ്കൂൾ ടൈമിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഫോട്ടോസിൽ ഞാനുണ്ട്, പിന്നെ ഞാൻ കാണൂല. കാരണം സ്കൂൾ ഫോട്ടോൻ്റെ ടൈമിൽ പിന്നെയും വീട്ടിൽ നിന്ന് നമ്മളെ പറഞ്ഞയക്കും. നമുക്ക് കുറച്ചും കൂടി +1 +2 ആ ഒരു ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ. പിന്നെ അങ്ങനത്തെ ടൈമിലൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം പോയി നിൽക്കുമ്പോൾ നമ്മളെ സൈഡാക്കി ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾ സൈഡാക്കി ഒരു മുക്കിൽ കൊണ്ടുപോകും. ഇത് നീ തടിയാണ്, മാറിക്കില്ല അത്രയും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സീനാണ്. ചെറിയ കാര്യമായിരിക്കാം ചിലർക്ക്, പക്ഷേ നമുക്കിത് ഭയങ്കര സീനുള്ള ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് തടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ചെസ്റ്റ് ശരിക്കും ബ്രസ്റ്റ് പോലെയാവും ഫീലാവുക. അങ്ങനെ തൂങ്ങി കിടക്കും ഈ സാധനം. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയേഴ്സ് സ്കൂളിൽ നമ്മളെ +1 +2 എന്നാണ് എനിക്കിത് ഉണ്ടായത്. +1 ഞാൻ ചെന്ന സമയത്ത് 1-2 സീനിയേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ഷർട്ടിൽ നിന്ന് നോക്കിയിട്ട് തൂങ്ങി തുടങ്ങി, ഇനി ബ്രാ ഇട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ലൈഫിൽ ഭയങ്കര ഹിറ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അതേപോലെ വീട്ടുകാരായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഓട്ടോയിൽ കയറുമല്ലോ നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഈ മടക്ക ഓട്ടോയിലാണ് ചിലപ്പോൾ ഞാനും അമ്മയും അനിയത്തിയൊക്കെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകും. അപ്പം മടക്ക ഓട്ടോയിൽ കയറുന്ന സമയത്ത് തന്നെ വണ്ടിക്കാർ ചിലർ നിർത്തില്ല. കാരണം ഒന്ന് ഞാൻ നല്ല തടിയുണ്ട്, അമ്മ അന്ന് അത്ര തടിയില്ല, അനിയത്തി അന്ന് ഞാൻ നല്ല തടിയുണ്ടായിരുന്നു, ഞാൻ നല്ല 1.5 തടിയാണ്. ഒരു വട്ടം ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ കയറിക്കോ, ഇവൻ കയറണ്ട, ഇവൻ എങ്ങാണ്ട് ഓട്ടോനെ തറ്റത്. ചുമ്മാ വെറുതെ അങ്ങേര് കളിയാക്കണം എന്നുള്ള ഇൻറ്റൻഷൻ. സംഗതി നാട്ടിലുള്ള ഒരാളാണ്, അമ്മേനെയും അറിയാം, നമ്മളെ എല്ലാവരെയും അറിയാം. പക്ഷേ അങ്ങേർക്ക് എന്തോ നിർത്തി ഇന്നെ കളിയാക്കണം. അത് അമ്മേൻ്റെയും പെങ്ങളെയും മുന്നേ തന്നെ കളിയാക്കണം എന്നുള്ള ആ മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ചേക്ക്. ഫണ്ണാവാണ് മൂപ്പര്. വണ്ടി എടുത്തിട്ട് പറയാം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നടുവിലിരുത്തണം വണ്ടിയിൽ, ഓക്കെ, സൈഡിലൊന്നും നിങ്ങൾ വണ്ടി 2 സൈഡിലും നിങ്ങൾ ഇരുത്തിയ ഓട്ടോ മറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച ആ സമയത്ത്. അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കിതിനൊന്നും റിയാക്ട് ചെയ്യാനുള്ള വഴിയില്ല.
കാരണം അറിയാലോ ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അങ്ങനെയാണ്, പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ കുറേ സാധനങ്ങൾ, ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ബോഡി ഷെയ്മിങ്. ഈ ബോഡി ഷെയ്മിങ് അനുഭവിച്ച് നിൽക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ അനുഭവിച്ചവർക്ക് അതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ അർജുൻ്റെ ആ ഒരു ബോഡി ഷെയ്മിങ് വന്ന വഴി, ഞാനിപ്പോൾ എൻ്റെ വഴിയൊക്കെ പറയാൻ കാരണം ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നവരുണ്ടടേ ഈ സിറ്റുവേഷൻ. ഈ ലൈഫിൽ ഇപ്പോഴും ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ഇതേ ബോഡി ഷെയ്മിങ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് കാണും. ഓക്കെ, അപ്പോൾ അവരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തിനു നിങ്ങൾ പറയാൻ നിൽക്കുന്നത്? എന്താണ് തടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തടി എന്ന് പറഞ്ഞത് ഞാൻ ബിഗ് ബോസിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവർക്ക് തടിച്ചിരുന്നാൽ എന്തോ വലിയ സംഭവമാണ്. തറവാടിൻ്റെ ആഠിത്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിൽ തടിച്ചിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എൻ്റെ ചെവിയിൽ എൻ്റെ അമ്മമ്മയും മുത്തശ്ശനൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ വായിൽ ഉരുട്ടി തരിക, അങ്ങനെ തരിക. 10-12 ഇഡ്ഡലി തരും. അങ്ങനെ കഴിപ്പിച്ച് എന്തോ അവർക്ക് തടി എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്നുള്ള രീതിയിലാണ്. പണ്ടുള്ളവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, എന്താണെങ്കിലും അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെയാണല്ലോ. നമ്മളെയാണത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ എഫക്റ്റ് ചെയ്ത് ലൈഫിലെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടൈം എത്തുമ്പോൾ ബോഡി ട്രാൻസ്ഫോം ചെയ്യണം, ബോഡി മാറ്റണം, ബോഡിയിൽ മാറ്റങ്ങൾ വരണം. ഓക്കെ, ഇതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കൂടി കളിക്കുന്നൊരു ടൈം. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് സെലക്ഷൻ ട്രയൽസിനൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് പറയാൻ അറിയാം, സായി ബാറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, സായി ഫീൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സായി ഞങ്ങൾ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ടീമിലേക്കോ ഒക്കെ എടുക്കുന്ന സമയത്ത് സായിക്ക് ഓടാൻ പറ്റില്ല. എനിക്ക് ഓടാൻ പറ്റുമെന്ന് പറയും ഞാൻ. ഇല്ല പറ്റില്ല, നിങ്ങൾക്ക് ഇത്രയും തടി വെച്ച് നീ ഓടിയാൽ നിൻ്റെ തുട പൊട്ടും പറയുന്നതാണ്. പക്ഷേ ഞാൻ ബാറ്റ് ചെയ്യും, ഞാൻ ഓടും, ഞാൻ റണ്ണടിക്കും, ഞാൻ വിക്കറ്റ്സിൻ്റെ ഇടയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടും, എനിക്ക് സിംഗിളും ഡബിളൊക്കെ എടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ അവിടെ അവഗണന. ഓക്കെ, അപ്പോൾ ആ ഫീൽഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തടി പ്രശ്നമാണ്. പിന്നെ ഒരു സിറ്റുവേഷൻ എത്തും ലൈഫിൽ, നമുക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇനി നടക്കില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കും. പലർക്കും ഗൈഡൻസ് കിട്ടില്ല ട്രാൻസ്ഫോർമേഷന്. ഓക്കെ, പല മിസ്റ്റേക്കുകളും നമ്മൾ ചെയ്യും. അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോഡി ട്രാൻസ്ഫോർം ചെയ്ത് 118 കിലോയിൽ നിന്ന് 40 കിലോ വരെ ഞാൻ എത്തി. 40 കിലോ എത്തി പറഞ്ഞാൽ എനിക്ക് ബോഡി ഡിസ്മോർഫിയ അതിപ്പോഴും എന്നെ ഹിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിനകത്തുനിന്നും എനിക്കത് ഫീലായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, തടിയൊന്നും ഇപ്പോൾ പുറത്തിറങ്ങി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയി ഒക്കെ വരുമ്പോഴാണ് നമുക്കതിൽ നിന്നൊരു മാറ്റം പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ബോഡിയിലുള്ള ഫ്ലോസൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. ഈ ബോഡി ഇങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് ഇത് ഞാൻ ആ തടിക്കന്നെ, അതൊരു വേറെ കൈൻഡ് ഓഫ് സാധനമാണ്. പക്ഷേ എന്താ പറയുക, ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ തടി എന്ന് പറഞ്ഞ കാര്യം ഓവർകം ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾ സ്ട്രോങ് ആക്കി കൊണ്ടുവരണം. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മളാണ് അവിടെ കിങ്. നമ്മൾ വിചാരിച്ചാലേ നടക്കൂ. ഓക്കെ, ആൻഡ് അതൊരു പ്രോപ്പർ മെത്തേഡിലൂടെ ചെയ്യണം. ഒരിക്കലും ഒരു പൊട്ട മെത്തേഡ് അഡാപ്റ്റ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു അർജുൻ എന്നോട് അന്നും പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അർജുനൊരു പ്രോപ്പർ മെത്തേഡ് ഉണ്ടായിരുന്നു അർജുന്. ഓക്കെ, വെജിറ്റബിൾസ് കഴിക്കുക, കുറേ കൂടുതൽ കാലറി ഡെഫിഷ്യറ്റ് നോക്കി എഴുതി വെച്ച്, അങ്ങനെ അവൻ കാൽക്കുലേറ്റ് ചെയ്താണ് അവൻ ചെയ്തത്. ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, എന്താണെങ്കിൽ കുറച്ച് ഭാഗം കൂടി കാണാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ പിള്ളേരുടെ ചെല്ലുമ്പോൾ ആ ഒരു പേടി എനിക്ക് സ്കൂൾ ടൈമിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് എൻ്റെ മമ്മിയാണ് എന്നെ 13-ാം വയസ്സിലോട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ വർക്കൗട്ട് 13-ൽ. മമ്മി പറഞ്ഞു നീ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്, അപ്പോൾ നീ കോട്ടയത്തിൽ നിന്ന് ജിമ്മിൽ ചേർക്കാൻ മമ്മിയാണ് എന്നെ കൈ പിടിച്ചിട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടുത്തെ എൻ്റെ ലൈഫ് കുറച്ച് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ബോഡി ബിൽഡിംഗ് ആയിരുന്നു മൈൻഡിൽ. അപ്പോഴും ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, അന്നേരം സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അവിടെ പോയി ഫുഡ് കഴിക്കുക, വയൽപ്പൊക്കെ, പിന്നെ സൈസ് ആയി. +2 ഡിഗ്രി ഒക്കെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു സീൻ. അതായത് നമ്മളെ തടി കുറയ്ക്കണമെന്ന് പാരൻസിന്, നമ്മളെ കുട്ടികൾക്ക് തടി കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയാണ് തടി കുറയ്ക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ പാരൻസിനോട് പോയിട്ട് വേറെ ജിമ്മെന്ന് പറയും. ഞാൻ ടു ബി ഹോണസ്റ്റ് പറയുകയാണ്, ഇപ്പോഴും കുറേ ജിമ്മുകൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ മാറ്റം വരാത്ത കുറേ സ്ഥലങ്ങളിൽ കുറേ ജിമ്മുകളുണ്ട്. കുട്ടികൾ ഇപ്പോൾ തടിയുള്ള ഒരു 8-ൽ 9-ൽ 10-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ബോഡി ബിൽഡിംഗ് എന്നുള്ള മെൻറ്റാലിറ്റിക്ക് അവരെ കൊണ്ടുപോകും. അതായത് മസിലാക്കാം, ഉള്ളത് പെട്ടെന്ന് മസിലാക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, വർക്കൗട്ട്, ഇൻറ്റൻസ് വർക്കൗട്ട്. ഇപ്പോൾ എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 8-9 സമയങ്ങളിലാണ്, 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്താണ് വീട്ടിൽ അടിയും കച്ചറയും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്ര തടിയുണ്ട്, എനിക്ക് എന്താണെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഒന്നിന് തടി കുറയ്ക്കണം അല്ലെങ്കിൽ മസിലാക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയും കയറിയിട്ട് നേരെ ജിമ്മിൽ കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞു. ജിമ്മിൽ കൊണ്ടുപോയി ചേർത്തു. ജിമ്മിൽ നിന്ന് അങ്ങേര് എനിക്ക് തോന്നുന്നു വീണ്ടും തന്നത് വെയിറ്റ് വയ്ക്കാനുള്ള പ്രോട്ടീൻ പൗഡറൊക്കെ തന്നിട്ട് എനിക്ക് ആ ടൈമിൽ ജിമ്മിൽ നിന്ന്.
മലപ്പുറത്ത് തന്നെയുള്ള ജിമ്മൊക്കെ പൂട്ടിപ്പോയി. അങ്ങനെ അങ്ങേര് തന്നിട്ട് പറഞ്ഞു, ഇപ്പം നീ നല്ല തടിയാണ്, ഒരു 100 കിലോൻ്റെ മുകളിലുണ്ട്, നിനക്ക് ഇത് കട്ടയ്ക്ക് മസിലാക്കി കഴിഞ്ഞാൽ നിനക്ക് സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ജിമ്മിൽ പോകും. ഞാൻ ജിമ്മിൽ പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യും, പ്രോട്ടീൻ അടിക്കും, പിന്നെയും വിശക്കും, പിന്നെയും തിന്നും. തടി കൂടുകയല്ല, തടി കുറയില്ല. അവിടെയാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഒരു ഐഡിയൽ BMI, ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മളൊരു ഐഡിയൽ വെയിറ്റ് ഉണ്ട് ഒരു മനുഷ്യന്. ആ വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ജിമ്മിൽ പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജിമ്മിൽ കയറുന്ന സമയത്ത് ചില ജിമ്മിൽ ചില ആളുകൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതിയിലേക്ക്, ഇപ്പോൾ അർജുൻ നേരെ ജിമ്മിൽ അമ്മ പറഞ്ഞു ജിമ്മിൽ കൊണ്ടാക്കി അവിടെ ചെല്ലുന്നു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും തടിക്കുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് അതൊരു ഇതല്ല ശരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സീനോ പ്രശ്നങ്ങളോ ഉണ്ടോ നോക്കണം, എന്നിട്ട് വേണം തടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പാരൻസിനോടും പറയുന്നത്, അതേമാതിരി വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, കുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, നിങ്ങൾ തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ കാർഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മിനകത്തുള്ള ട്രെയിനറോട് കൃത്യമായിട്ട് പറയണം, നിങ്ങൾക്ക് ഉള്ള തടി മസിലാക്കുക എന്നുള്ള സെറ്റപ്പ് അല്ല വേണ്ടത്. അത് നിങ്ങൾക്ക് വീണ്ടും സീനായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട പരിപാടി, നിങ്ങളുടെ ഒരു 100 kg എബോവ് ആണ്, ഹൈറ്റ് കുറവാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം ബോഡി എന്ത് ചെയ്യണം, വെയിറ്റ് കുറച്ച് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മാത്രം മസിൽ ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലാതെ അതിൽ വെച്ച് ഉണ്ടാക്കി ഉരുട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഓടിക്കേറി ആ പണി ചെയ്യരുത്. 2018 മിസ്റ്റർ കേരള അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, 2019 അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. ഓക്കെ, 2020 നോക്കാം, ലാസ്റ്റ് ട്രൈ. അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പം അപ്പൻ്റെ സാലറി കട്ട് ചെയ്ത് ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഇതാണ് ടൈം, വീട്ടിൽ ഫുഡ് കിട്ടുന്ന കുറവാണ്, ഡയറ്റ് എടുക്കാം. റിസർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഇക്കിഗായി ഫോളോ ചെയ്യും, ജാപ്പനീസ് ഇക്കിഗായെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അവർ ഒരു 80% ഫുഡേ കഴിക്കത്തുള്ളൂ, ബാക്കി ആ ഒരു വിശപ്പ് നമ്മൾ ഉള്ളിൽ കിടത്തണം. അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു, ജാപ്പനീസ് കൾച്ചർ ഞാൻ ഫോളോ ചെയ്തു. ഫുഡ് ക്ലീൻ ഡയറ്റ്, അതായത് നമ്മുടെ പറമ്പിലുള്ള സാധനം, മറ്റെല്ലാം തോരൻ വെജ് ലീവ്സ് ആഡ് ചെയ്തിട്ട്. ആ സമയത്ത് ജിമ്മ് അടച്ചിട്ടേക്കുന്ന സമയം. ആ സമയത്ത് പകുതി ആയപ്പോഴും സ്റ്റേഡിയത്തിലൊക്കെ പോകുന്ന റൂൾ വന്നു, ഓടാൻ പോകുന്ന റൂൾ വന്നു. അതിനു മുമ്പ് ഞാൻ വീടിൻ്റെ, നമുക്ക് കോട്ടേജിലാണ്, അപ്പോൾ അവിടെ ആരും എൻട്രി ഇല്ല, അപ്പോൾ റോട്ടിൽ കൂടെ ഓടുമായിരുന്നു. അതായത് എൻട്രി ആയപ്പോൾ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓടാൻ പോകാൻ തുടങ്ങി. അവിടെ എനിക്ക് ഫസ്റ്റ് റൗണ്ട് വെക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. കുറേ അങ്കിളുമാരുണ്ടായിരുന്നു അവിടെ, അവർ നോക്കും 10 റൗണ്ടൊക്കെ പുല്ല് പോലെ ഓടുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വണ്ണം കാരണം പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പതിയെ ഓട്, പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ ഒരു റൗണ്ട് 2 റൗണ്ടൊക്കെ എനിക്ക് ശ്വാസം മുട്ടും തുടങ്ങി, പറ്റുന്നില്ല. ഇപ്പം ഇവഞ്ച്വലി അത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി 5 കിലോമീറ്റർ ഓടും. ഡെയിലി 5 കിലോമീറ്റർ എനിക്ക് മസ്റ്റാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ 10-15 റൗണ്ട് അടിക്കാൻ തുടങ്ങി അവിടെ. പക്ഷേ അങ്ങനെ റണ്ണിങ്, കാർഡിയോ, ഡയറ്റ്, കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. ഒരു 1500-2000 കലറി കഴിക്കും, 1000 കലറി ബേൺ ആക്കും. അതെനിക്ക് മനസ്സിലായി എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അർജുൻ കുറച്ചും കൂടിയും എന്താ പറയുക, റെഫർ ചെയ്ത് കുറച്ചും കൂടിയും സെറ്റായിട്ടാണ് തടി കുറച്ചിട്ടുള്ളത്. ജാപ്പനീസ് ഇതൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് അവൻ നോക്കി എഴുതി വെച്ചിട്ടൊക്കെയാണ് അവൻ കുറച്ചിട്ടുള്ളത്. ഞാൻ ഏകദേശം സിമിലർ സാധനമാണ് ചെയ്തത്, പക്ഷേ ഞാൻ ചെയ്തത് വളരെ റോങ് തിങ് ആയിരുന്നു. അതായത് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കണം. ഒരു 80% വയറ് പറഞ്ഞ് 20% വയറ് പട്ടിണിക്ക് ഇടുക എന്നുള്ളൊരു കാര്യമാണ് അർജുൻ ചെയ്തതെങ്കിൽ, ഞാൻ ചെയ്ത പരിപാടി 20% തിന്നിട്ട് 80% പട്ടിണിക്കുള്ളതാണ്. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് തോന്നുകയാണ്, ഇപ്പോൾ ചില ഒക്കേഷൻസിൽ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ നമ്മളെ എടുത്തിട്ട് അടിച്ച് ഓടി, ചിലപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ മെയിൻ സീനാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, വയറിറച്ചി കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും, വായിൽ വിരലിട്ടായി ഛർദ്ദിച്ച് കളയും. അതായത് എൻ്റെ മൈൻഡിനകത്ത് കിടക്കുന്നത് ബിരിയാണി കയറി ഒരു പൊട്ട മൈൻഡ് സെറ്റിലേക്ക് എത്തി. പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ റോങ് സാധനം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാനത്, എനിക്ക് ആ ഹാബിറ്റ് വിടാൻ പറ്റുന്നില്ല, അച്ചാറ് തിന്നുക, ഉപ്പിലിട്ടതും അച്ചാറും തിന്നത് പരിപാടി. ഇപ്പോൾ ഞാൻ കുറേ കൺട്രോൾഡാണ്. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു വട്ടം പോയി തിന്നുന്നല്ലാതെ, അല്ലാതെ ഞാൻ പണ്ട് പറഞ്ഞാൽ അഡിക്ഷനാണ് എനിക്കത്. കാരണം എൻ്റെ മൈൻഡിൽ എവിടെയോ പറയും ഈ സിട്രിക് ആസിഡ് കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പുളിപ്പ് കൂടുതലുള്ള സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പോവും ഫാറ്റ്, വയറ് നിറഞ്ഞ പോലെ കിടക്കുകയും ചെയ്യും, അതിനകത്തൊന്നും ചെല്ലുമില്ല. വെരി റോങ് തിങ്, വളരെ മോശം പരിപാടി. നാരങ്ങ സോഡ അതിൽ മുളകിട്ട് കുടിക്കുക, അത് മാത്രമാണ് ഞാൻ കുടിച്ചിരുന്നതും കഴിച്ചിരുന്നതുമായിട്ടുള്ള. ഫ്രൂട്ടി, ബാക്കി സാധനമൊക്കെ അവോയ്ഡ് ചെയ്യുക. ഞാൻ ഉള്ളൂ അർജുൻ ഒരു 80% കഴിച്ച് 20% പട്ടിണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 20% ഇതാണ് കഴിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിട്ട് 80% പട്ടിണി. പിന്നെ ആരെങ്കിലുമൊക്കെ ഹോട്ടലിൽ ഞാൻ മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് അതൊരു ശരിക്കും അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി.
ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഫുഡ് കഴിപ്പിക്കുക. ഞാൻ പൈസ കൊടുത്ത് ഞാൻ കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അവരെ ഫ്രണ്ടിലെടുത്ത് ഞാൻ ഒരു പച്ചവെള്ളത്തിൻ്റെ ഗ്ലാസും പിടിച്ചിരിക്കും. എന്നാൽ അവർ കഴിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ വെള്ളം കുടിച്ചിരിക്കും. അവർക്കറിയില്ല. അപ്പോൾ ഞാൻ പറയും ഞാൻ കഴിച്ചിട്ട് വന്നതാന്ന് പറയും. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി എടുത്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ പലരും വിചാരിക്കും പക്ഷേ ഇവൻ പണ്ട് ഇതിനെ വേണ്ടിയിട്ടല്ലേ ഫുഡ് മേടിച്ചതെന്ന് വിചാരിക്കും. പിന്നെ അർജുൻ ഓടുന്ന കാര്യം പറഞ്ഞത്, ഞാൻ ഓടുന്ന കാര്യം വളരെ കോമഡി ചെയ്തു. എനിക്ക് ബൈക്കിൽ ഞാൻ പണ്ട് എന്ത് ചെയ്യും, എനിക്ക് കരിഗ്മ R15 ഒക്കെ വീട്ടിൽ നിന്ന് അത്യാവശ്യം വണ്ടി വേണമെന്ന് പറഞ്ഞാൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ വണ്ടി രാവിലെ എടുത്തിട്ട് ഞാൻ കോട്ടക്കുന്നുണ്ട് മലപ്പുറത്ത്. അവിടെ ഇങ്ങനെ എല്ലാവരും ഓടാൻ പോകുന്ന സ്ഥലം. അവിടെ റോട്ടിൽ ഞാൻ കൊണ്ടുപോയി ബൈക്ക് നിർത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ലല്ലു, ഇവനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ലല്ലുവിനോട് ബൈക്ക് എടുത്തോളാൻ പറയും. അവനും തടിയുണ്ട് ഞാനും തടിയുണ്ട്. ആ രസം, അവനും അത്യാവശ്യം ഇന്ന അത്ര തന്നെ അവനും തടിയുണ്ട് ഞാനും തടിയുണ്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, ബൈക്ക് എടുത്തിട്ട് ഓടിക്കും. അവൻ ഇങ്ങനെ ബൈക്കിൽ, അവന് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും, ഞാൻ അതിന് പിന്നാലെ ഓടും, ബൈക്കിൻ്റെ പിന്നാലെ ഓടുക. അങ്ങനെ എന്താ പറയുക, ആ തടി കുറയ്ക്കാൻ എന്തൊക്കെ അൺഹെൽത്തി വേണ്ടോ ഞാൻ അങ്ങനെയാണ് തടി കുറച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് ഈ പറഞ്ഞ ബോഡി ഡിസ്മോർഫി ആണെങ്കിലും, ലോ ഷുഗറിൻ്റെ പ്രശ്നം, ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിലും, ലോ ബോൺ മാരോ ഡെൻസിറ്റി ആണെങ്കിലും ഒക്കെ പ്രശ്നമായി തുടങ്ങിയത് എനിക്ക് അങ്ങനെയാണ്. ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ട് ഈ സാധനം ചെയ്തു. ഹോസ്പിറ്റലിലായി 40 കിലോ വരെ എത്തി. അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ടു പോകുന്നത് മിറാക്കിളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ലൈഫിൽ രക്ഷപ്പെട്ടു പോകുന്നത് കാരണം കുടിച്ച മുലപ്പാല് വരെ ദേഹത്തു നിന്ന് ഒഴുകിപ്പോയി എന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് കൗൺസിലിങ്ങും സാധനങ്ങളൊക്കെ ആയി, കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്ന്, കുറച്ച് മോഡൽസൊക്കെ മരിച്ചതൊക്കെ കാണിച്ചു തന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ ജിമ്മിലുള്ള ട്രെയിനേഴ്സ്, കുറച്ചും കൂടി നോളജുള്ള ആളുകളോടൊക്കെ ചോദിച്ച് എങ്ങനെ വേണം, എന്ത് വേണം, എന്തായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് എന്നൊക്കെ നോക്കി. ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വളരെ നല്ലൊരു പാറ്റേണാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും. ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് എൻ്റെ ബോഡി എൻ്റെ കൺട്രോളിലായി. ഇപ്പോൾ സത്യത്തിലാണ് എനിക്ക് തടി കൂട്ടണം എന്ന് തോന്നിയാൽ എനിക്ക് കൂട്ടാം, കുറയ്ക്കണം എന്ന് തോന്നിയാൽ എനിക്ക് കുറയ്ക്കാം. കറക്റ്റ് കൺട്രോൾ ചെയ്യാനറിയാം. അതിൻ്റെ ദേഹത്തിന് എന്ത് കൊടുക്കാം, എന്ത് കൃത്യസമയത്ത് എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ എന്താ പറയുക, ഇത് അർജുൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തടി കുറച്ചു. കുറച്ച് വളരെ മോശമായ മെത്തേഡ് അഡാപ്റ്റ് ചെയ്ത് കുറച്ചു. പക്ഷേ തടി കുറയ്ക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അർജുൻ അഡാപ്റ്റ് ചെയ്ത രീതി അഡാപ്റ്റ് ചെയ്യുക, ഞാനൊക്കെ ചെയ്ത മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഓക്കെ, വളരെ വളരെ അന്തമിട്ട പരിപാടിയാണ് ഞാൻ ചെയ്തിരുന്നത്. ആക്ച്വലി എനിക്കൊരു 2018 ഹിരാമ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്തു. ഹിരാമ ഡിസീസ് അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ 2018 ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. ആ ഒരു ടൈമിലാണ് മോഡലിംഗ് എന്താന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന ടൈമിലാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിട്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നപ്പോൾ കൈ സ്ലിപ്പറി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, മമ്മിയെ പറഞ്ഞു എടാ അന്ന് കോട്ടയിൽ പോയി കാണാം. അങ്ങനെ കോട്ടയത്തിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പോയി കണ്ടു. അപ്പം അവർ പറഞ്ഞു, അവർ കുറേ MRI ഒക്കെ എടുത്തിട്ട് ഒരു 5 ഡിസീസിൻ്റെ പേര് വെച്ചു. MND, മർഫാൻ ഡിസീസ്, ഹിരാമ, കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇവിടെ മനസ്സിലാവണില്ല എന്താണെന്ന്. സോ അമൃതയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മി പപ്പ അവിടെ കാറൊക്കെ എടുത്ത് നേരെ അമൃതയിൽ പോയി അവിടുത്തെ ന്യൂറോ ഡോക്ടറെ കണ്ട് HOD തന്നെ കണ്ടു. അപ്പോൾ അവർ 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ വീണ്ടും MRI എടുക്കും. MRI ഒക്കെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ അകത്ത് കയറുക. ആ ഒരു ഏജിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു ടഫ് ടൈമാണത്. പിന്നെ NSAID എന്ന ടെസ്റ്റ് ദേഹത്തെല്ലാം നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ദേഹത്ത് നമ്മുടെ ഓരോ നെർവ്സിൽ നീഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ഇളക്കും, നമ്മുടെ എവിടെയൊക്കെ പ്രശ്നം അറിയാൻ വേണ്ടി. അപ്പോൾ അവർ അടുത്ത സിറ്റിങ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയും. പിന്നെ മർഫാൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോൾ ആയിട്ടുള്ളവർക്ക് ഒരു പ്രശ്നം വരും. അതാണെന്ന് നോക്കാൻ വേണ്ടി എൻ്റെ ഇൻഹെറിറ്റൻസ് ഫാമിലി ഫുൾ അവരുടെ ബയോ ചെക്ക് ചെയ്യുന്നു, വേറെ ആർക്കും പ്രശ്നമുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത്. കാരണം അവർക്ക് ഡയഗ്നോസ് ചെയ്യണം എങ്ങനെയും. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കോളേജിൽ BBA സെക്കൻഡ് ഇയർ സെമസ്റ്റർ എക്സാം ടൈമാണ്. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല സമയത്ത്. അറിയില്ല, ഇതിനെപ്പറ്റി പറഞ്ഞാലും ആർക്കും മനസ്സിലാവണമില്ല. ഇപ്പം വീട്ടിൽ പറയാനും പറ്റത്തില്ല എനിക്ക്. ഇപ്പം ഡോക്ടർ ലാസ്റ്റ് ഡയഗ്നോസ് ചെയ്തു, ഇതാണ് പ്രശ്നം, ഇത് ക്യൂർ ആവില്ല ഒരിക്കലും, ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല, സ്റ്റിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മന്ത് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കാരണം റിലേറ്റീവ്സൊക്കെ വരുന്നു, വിഷമത്തോടെ കാണുന്നു, കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പൈസ വെച്ചിട്ട് പോകുന്നു. ആ ഒരു സ്റ്റേജൊക്കെ ഭയങ്കര വിയറാണ്. അർജുൻ ഇത് പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് സിമിലർ സാധനം ഇങ്ങനെ അടിക്കും നമുക്ക് തലയിൽ. ഇപ്പം അർജുൻ ഉണ്ടായിരുന്നത് ആ കയ്യിനുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, ഹിരാമ ഡിസീസ് അങ്ങനെയാണത് അർജുൻ പറഞ്ഞത്. ഞാൻ കുറച്ച് പിന്നെ അങ്ങനെ എടുത്ത് നോക്കി അതിനെക്കുറിച്ചിട്ട്. അർജുന് ബിഗ് ബോസ് ഹൗസിനകത്തും സെയിം ഈ ഒരു കണ്ടീഷൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്ത് അടിപൊളിയായിട്ട് പോയി. ഇൻ്റെത് എന്ന് പറഞ്ഞാൽ നേരെ വേറൊരു സാധനമാണ്, വേറെ സാധനമാണ്. അതായത്
എനിക്കിങ്ങനെ ഈ ബോഡി ഡിസ്മോഫിയയുടെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. തടി കുറയണം. എന്നാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴോ നമ്മളെ ഫോട്ടോ കാണുമ്പോഴോ നമ്മൾ തടി കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ആവില്ല. നമ്മളൊരു ഡ്രസ്സ് ഇട്ടു, ശരിക്കും ഞാനൊരു 100 കിലോ ഉള്ളപ്പോഴുള്ള ഡ്രസ്സായിരിക്കാം ഞാനൊരു 60 കിലോ ഉള്ളപ്പെടുന്നത്. പക്ഷെ എനിക്ക് അപ്പോഴും എൻ്റെ കൈ വണ്ണുള്ള പോലെയും ചെസ്റ്റ് വണ്ണുള്ള പോലെയും ഞാൻ തടിച്ച പോലെയും തോന്നും. ഞാൻ വീണ്ടും ആ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങും, കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ആ തടി കുറഞ്ഞ പോലെ തോന്നില്ല. അങ്ങനത്തെ ഒരു പൊട്ട സിറ്റുവേഷനിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെ പോയിപ്പോൾ അർജുൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് വന്നിട്ട് കയ്യിൽ പൈസ എടുത്ത് വെച്ചിരുന്നത്. അതായത് നമ്മൾ ഒരു സിറ്റുവേഷനിലാണ്, നമുക്കൊരു അസുഖമുണ്ട്, അപ്പോൾ ആ അസുഖം നമ്മൾ റിക്കവർ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. ആ അസുഖത്തിനെ കുറിച്ച് നമ്മുടെ റിലേറ്റീവ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി, ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ 118 കിലോന്ന് 40 കിലോ ആയി, ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി, പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നത്തെ ചോദ്യം, ആദ്യം തടിച്ചിരുന്നപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഷൻ കടയിൽ നിന്നാണ്, ഏത് അരിയാണ് തിന്നുന്നത്, ആ കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, പിന്നെ അത് മാറി, മെലിഞ്ഞു പോയി. ഞാൻ 40 കിലോ എല്ലും തോലുമായി പുറത്തിറങ്ങിയപ്പോൾ പറയുന്നത് എന്താ അറിയോ, സായിക്ക് എയ്ഡ്സ് ആണ്, സായി കൃഷ്ണ എയ്ഡ്സ് ആണ്, അല്ലെങ്കിൽ എനിക്കെന്തോ മാറാ രോഗം പിടിപെട്ടതാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് എയ്ഡ്സ് ആണ്, ഇവന് മാറാ രോഗം പിടിപെട്ടതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സിമ്പതിയിൽ വന്നിട്ട് സെയിം സിറ്റുവേഷൻ. വീട്ടിൽ അമ്മമ്മ അൽഷിമേഴ്സ് ഉണ്ട് അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഈ ഓർമ്മശക്തി കുറച്ചും തുടക്കത്തിലാണ്, അൽഷിമേഴ്സിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ റിലേറ്റീവ്സിന് അറിയുമ്പോൾ അമ്മമ്മേനൊക്കെ കാണാൻ വരും. അപ്പോൾ ആ ടൈമിൽ വരുന്ന സമയത്ത് ഞാൻ മെലിഞ്ഞിരിക്കുകയാണല്ലോ, ഞാൻ മാറാ രോഗമാണല്ലോ, എനിക്കെന്തോ ഭയങ്കര ഭീകരമായ രോഗമാണ്. ഓടി വന്ന് കയ്യിൽ പൈസ ചുരുട്ടി വെച്ചിട്ട് മോനെ മാറിട്ടോ, അത് ചിരി, ആ പൈസ ചുരുട്ടി വരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ആരോടും, സത്യത്തിൽ അന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കുടുംബ സമൂഹം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ക്രിഞ്ചാണ് അതിനൊക്കെ പോയത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വരും, അയ്യോ പഠിത്തം കഴിഞ്ഞു, ജോലി ആയിട്ടില്ല, ഈ കുട്ടി തടിയൊക്കെ കുറഞ്ഞു, തടി ഉള്ളപ്പോൾ തടിച്ചിട്ട്, തടി കുറഞ്ഞപ്പോൾ തടി കുറഞ്ഞു, ആട് എന്നിട്ട് ദയവാതിരി പൈസ തിരികെ കയ്യിൽ തരും. ഇത് ഞാൻ പറയാം, എവിടേക്കോ അർജുനും ഞാനും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് BB ഹൗസിനകത്ത്, ഭയങ്കര കോപ്പി പേസ്റ്റ് പോലെ തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സിറ്റുവേഷൻസും ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ബോഡി ഷെയ്മിങ് 2 രീതിയിലും അനുഭവിക്കുന്നവരുണ്ടാവും. മെലിഞ്ഞിരുന്ന് ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ടാവും, തടിച്ചിരിക്കുമ്പോൾ ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ബോഡിയെ മനസ്സിലാക്കുക, തിരിച്ചറിയുക നിങ്ങളെ ബോഡിക്ക് എന്താ വേണ്ടത്. ചില സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുണ്ട്, തടി കുറയ്ക്കാനും പറ്റില്ല, തടി കൂട്ടാനും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അതിൽ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ ഉള്ളവർ പറയുന്നത് തലയിൽ എടുക്കാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യുക. ഇനിയല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ മെത്തേഡിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നല്ലൊരു എന്താ പറയുക ജിമ്മിൽ ചെന്ന് നല്ലൊരു ജിം ട്രെയിനറെ കാണുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഇപ്പോൾ കുറേ രീതികളുണ്ട്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് തിങ് വേണ്ടത് നിങ്ങളെ ബോഡിയെ മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങളെ ബോഡിക്ക് എന്ത് വേണം വേണ്ട അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ബോഡി ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. പിന്നെ സൊസൈറ്റിയിലുള്ളവരോടാണ്, തടിച്ചിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമാണ് ഒരു വ്യക്തി മെലിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമാണ്, ഒരു വ്യക്തി കറുത്തിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നം, ഒരു വ്യക്തി വെളുത്തിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നം. അത് വേണ്ട. ഒരു വ്യക്തി അയാളുടെ അപ്പിയറൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അയാൾ ചെയ്യുന്ന പ്രവർത്തികളും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അയാളുടെ അപ്പിയറൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണ്ട, അത് വേണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അനുഭവിച്ചതാണ് ഈ സംഗതി, വളരെ കൂടുതലായിട്ട് അനുഭവിച്ചതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞു, എനിക്ക് അർജുൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്റ്റായി. എനിക്ക് തോന്നി അവൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആ 2 ഇൻ്റർവ്യൂ കാണും. ഇതൊന്നുമല്ല, ഇതിലും കുറേ കാര്യങ്ങൾ അർജുൻ പറയുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് ആ കയറാനുള്ള സ്ട്രഗിളിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് അർജുൻ അതിനകത്ത്. പക്ഷേ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ സംഗതിയും അല്ലെങ്കിൽ ബോഡി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രശ്നം ഹൈപ്പോഗ്ലൈസീമിയാണ്, ലോ ഷുഗറിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ സൺലൈറ്റിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിരുന്നു എനിക്ക്. തടി കുറച്ച ടൈമിൽ തടി കുറഞ്ഞിരിക്കുമ്പോൾ ഇരുട്ട്, ഇപ്പോൾ റൂമിലൊക്കെ അത്യാവശ്യം വെളിച്ചം ഉണ്ടാവില്ലല്ലോ, ഞാൻ നേരെ പോയി സൂര്യൻ്റെ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി താഴെ വീഴുക. ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അസുഖങ്ങളുണ്ട് തടി കുറച്ച്. അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ട് കുറച്ചുകൊണ്ടാണ്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കുക, കൂട്ടുക, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ചെയ്യുക. ഓക്കെ, സൊസൈറ്റിയിൽ ചിലപ്പോൾ കുറച്ച് പേര്, ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്, പക്ഷേ ഇപ്പോഴും കുറച്ച് പേരൊക്കെ കാണുമ്പോൾ കളിയാക്കുന്നവരൊക്കെ കാണും. അവരൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരോട് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, നിൻ്റെ ഒന്നും ചിലവില്ലല്ലോ, അവിടെ പോയി പണിയൊക്കെ അടിച്ച് വിടുക, ഫൈൻ. സോ സ്ട്രോങ് ആയിട്ടിരിക്കുക, മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിട്ട് വെക്കാൻ നോക്കുക.
നമ്മുടെ ബോഡി നമ്മളതാണ്. നമ്മൾ എൻ്റെ ഓഫ് നമ്മളെ തീരുമാനമാണ് നമ്മളത് എങ്ങനെ കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത്. അല്ല നമ്മൾ അതിൽ തന്നെ ഹാപ്പിയാണെങ്കിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം.